ഇനി നമുക്കൊരു മീൻകറി വെക്കാം കൂട്ടുകാരെ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏറ്റവും എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് മീൻകറി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കണേ. അപ്പം നമുക്ക് കടുകിട്ട് കൊടുക്കാം കൂട്ടുകാരെ. കടുക് നല്ല ശബ്ദത്തോടെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അപ്പോഴേക്കും അതിൻ്റെ കൂടെ 1/2 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, നമുക്ക് അതിൻ്റെ കൂടെ ഒരു 10 ചെറിയുള്ളി വേണം. ചെറിയുള്ളി തന്നെ നിങ്ങൾ എടുക്കണേ. സബോള ഇടല്. ചെറിയ ഉള്ളി ചെറുതായിട്ടായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്കിടാം. പൊട്ടി തീർന്നിട്ടില്ല. എന്താണോ പെട്ടെന്ന് പൊട്ടു. തൃശ്ശൂർ പൂരത്തിന് പടക്കം പൊട്ടുന്ന പോലെയാണ് പൊട്ടുന്നത് കൂട്ടുകാരെ. പൊട്ടി തീർന്നിട്ടില്ല. നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ ഫ്രണ്ട്സ്? അപ്പോൾ ഇന്ന് നമുക്ക് ഇത് ചെറിയുള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 10 എണ്ണം വേണേ. നമുക്കിനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടിത് നമുക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. നമുക്ക് അന്നത്തേക്ക് ഇതേണ്ട ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ച് പേസ്റ്റാക്കി തന്നു കേട്ടോ. അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം കൂട്ടുകാരെ. അതൊന്ന് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. തീ നമുക്ക് കുറച്ച് കൊടുത്ത് വെക്കാം. എപ്പോഴും തീ ചെറിയ തീയിൽ നമുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഈ കളർ ശകലം ഒന്ന് മാറണം ഫ്രണ്ട്സ്. ഇതായി വരട്ടെ. നമുക്കിനി മസാലകൾ ചേർത്ത് കൊടുക്കാം കൂട്ടുകാരെ. കളർ മാറി തുടങ്ങി. ഇനി നിങ്ങൾ ഏത് സൈസ് മുളകാണോ? എരിവുള്ളതാണോ, എരിവ് വേണ്ടാത്തതാണോ, കുറഞ്ഞതാണോ, ഏതാണെന്നറിയാം. ഞാൻ സാധാ മുളക് പൊടിയാണ്. ഇത് 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി വേണമെങ്കിൽ എരി കുറവുള്ളവർക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങളുടെ എരിയുടെ അനുസരിച്ച് നിങ്ങൾ എടുക്കുക. എരി കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടി കൂട്ടിയെടുക്കണം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടേക്കുവാണേ. പിന്നെ ഞാനിതാണ് ഒരു സ്പൂണ് കുരുമുളക് പൊടി കേട്ടോ, അത് ചേർക്കുവാണേ. അതിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. മസാലകൾ നമ്മൾ റെഡിയാക്കുമ്പോൾ എപ്പോഴും ചെറിയ തീയിൽ നമ്മൾ റെഡിയാക്കണം. ചട്ടി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ എപ്പോഴും കുറച്ച് വെക്കണം. ശേഷം നമുക്കിത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കരിയാപ്പില ഇട്ട് കൊടുക്കാം കൂട്ടുകാരെ.
ഇനി ഇത് മിക്സി ജാറിനകത്ത് 2 തക്കാളി അടിച്ച് വെച്ചതാണ്. നമുക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കാം. നമുക്കിനി അടുത്തത് വെള്ളം ഒഴിച്ച് കൊടുക്കാം കൂട്ടുകാരെ. ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ച് കൊടുക്കണം. തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ മീൻകറി വെക്കുമ്പോൾ. നമുക്കിനി പുളി ഇട്ട് കൊടുക്കാം കൂട്ടുകാരെ. കുടംപുളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ചിലയിടത്തൊക്കെ വാളംപുളി ഉപയോഗിക്കും. നിങ്ങൾ ആദ്യക്കൂട്ട് വാളംപുളിയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള പുളി ചേർക്കുക. നമുക്കിനി ഇതിൻ്റെ കൂടെ നമുക്ക് ചുമ വരുന്ന കൂട്ടുകാർ സോറിയേ. ഉപ്പ് ഞാൻ കല്ലുപ്പാണ്, നല്ല ശുദ്ധമായ കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഉപ്പ് നീരാണെങ്കിൽ അത് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്ര എളുപ്പമാണ് ഈ മീൻകറി വെക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി കൂട്ടുകാരെ. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആ പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളം കുറച്ച് ഒത്തിരി നീട്ടണ്ട. നമുക്കിനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം.